മലപ്പുറം തെരട്ടമ്മലിൽ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെ അപകടം. കരിമരുന്ന് സ്റ്റേഡിയത്തിലെ കാണികൾക്കിടയിലേക്ക് തെറിച്ചു വീണു പൊട്ടി. കുട്ടികൾ ഉൾപ്പെടെ 40 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവരങ്ങളുമായി മുഹമ്മദ് ഷംസീർ ചേരുന്നു. ഷംസീർ, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ആദ്യ രാത്രി 8:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അരീക്കോട് തെരട്ടമ്മൽ ഗ്രൗണ്ടിൽ ഇന്ന് സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരമായിരുന്നു. ഈ ഫൈനൽ മത്സരത്തിന് തൊട്ടു മുൻപ് നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് വലിയൊരു അപകടം സംഭവിച്ചത്. ഈ പടക്കങ്ങൾ പൊടുന്നനെ കാണികൾക്കിടയിലേക്ക് തെറിക്കുകയും കാണികൾക്കിടയിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. ഈ ബോക്സിലാണ് ഈ പടക്കങ്ങൾ, മുകളിലേക്ക് പോകാനുള്ള പടക്കങ്ങൾ സൂക്ഷിക്കാറ്. ബോക്സിലിട്ട് കത്തിക്കുന്നതാണ് അതിന്റെ ഒരു രീതി. ഇതിനിടയിൽ ബോക്സ് മറിഞ്ഞ് ആളുകൾക്കിടയിലേക്ക് പടക്കങ്ങൾ തെറിക്കുകയായിരുന്നു. എന്നിട്ട് ആളുകൾക്കിടയിൽ വെച്ച് പടക്കങ്ങൾ പൊട്ടുന്ന അവസ്ഥയുണ്ടായി. ഇതിൽ 40ഓളം പേർക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നതിൽ 3 ഇരട്ടിയോളം ആളുകൾ ഈ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി അവിടെ എത്തിയിരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിന് താഴെ ഗ്രൗണ്ടിന്റെ ഭാഗത്തും നിറയെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കിടയിലേക്കാണ് ഈ പടക്കങ്ങൾ തെറിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളും ഒപ്പം തന്നെ യുവാക്കളുമായിരുന്നു കൂടുതലായി ഈ സ്റ്റേഡിയത്തിനും താഴെയും ഒക്കെയായി ഇരുന്നിരുന്നത്. ഇവർക്കിടയിലേക്കാണ് പടക്കങ്ങൾ തെറിച്ചത്. ഈ പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചതിന്റെ പൊള്ളലേറ്റു. ഒപ്പം തന്നെ ആളുകൾ ചിതറിയോടുന്ന ഒരു നില കൂടി ഉണ്ടായി. അതേസമയം തന്നെ വലിയ പരിഭ്രാന്തിയിൽ ആളുകൾ കൂട്ടമായി ചിതറിയോടാത്തത് വലിയൊരു അപകടം ഒഴിവാക്കിയെന്ന് കൂടി പറയണം. കാരണം അത്രയും ആളുകൾ സ്റ്റേഡിയത്തിലും താഴെയുമായി തിങ്ങി നിറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. കൂട്ടമായ ആളുകൾ ചിതറിയോടിയിരുന്നുവെങ്കിൽ തെക്കിലും തിരക്കിലും പെട്ട് മറ്റൊരു അപകടം കൂടി സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് ഒഴിവായി എന്നതും ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ 40ഓളം പേർക്ക് പരിക്കുണ്ട് എന്നറിയുന്നു. എന്നാൽ ആരുടെ നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ പൊള്ളലേറ്റ് മാത്രമല്ല, ഇതിന്റെ തൊട്ടടുത്ത് വെച്ച ഈ ആളുകളുടെ തൊട്ടടുത്ത് വെച്ച് തന്നെ ഇത് പൊട്ടിയതിനാൽ കേൾവിക്കുൾപ്പെടെ പ്രയാസങ്ങൾ നേരിട്ട് കൂടി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഏതായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഈ സംഭവത്തിന് ശേഷവും അവിടെ കളി തുടരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ പോലീസ് ഇടപെട്ട് ഈ കളി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ കൃത്യമായി നടപടിക്രമങ്ങളൊക്കെ പാലിച്ചായിരുന്നോ ഈ ഒരു പടക്കം പൊട്ടിയരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്? കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ ഈ ബോക്സ് മറിയാൻ പാടില്ലാത്തതാണ്. കാരണം ബോക്സ് താഴെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷമാണ് ഇതിൽ പടക്കങ്ങൾക്ക് തിരികൊടുത്തേണ്ടത്. തിരികൊടുത്തിയാൽ മുകളിൽ പോയി പൊട്ടേണ്ട പടക്കങ്ങളാണ്. ബോക്സ് ഒന്നാകെ മറിഞ്ഞു. തുടരുക, നമ്മുടെ കൂടെ ഇത് കണ്ട ദൃക്സാക്ഷി ചേരുന്നുണ്ട്. മുജീബ് റഹ്മാൻ എന്നാണ്. മുജീബ്, ഇത് ഈ ഒരു സംഭവം നേരിട്ട് കണ്ടയാളാണ്. എന്താണ് അവിടെ ഉണ്ടായത്? മാഡം, ഞങ്ങൾ ഗാലറി കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഗാലറി കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കളി തുടങ്ങുന്നതിന് മുമ്പ് ഫൈനൽ ദിനമായിരുന്നു. ഫൈനൽ ദിനത്തിന് മുമ്പ് രണ്ടായിട്ടുള്ള വെടിക്കെട്ട് ഗ്രൗണ്ടിന്റെ സെന്ററിൽ വെച്ച് നടത്തുകയായിരുന്നു. വെടിക്കെട്ടിന്റെ ഒരു പടക്കത്തിന്റെ ബോക്സ് അടക്കം കാണികളുടെ അടുത്തേക്ക് പൊട്ടിപ്പോയും ബാക്കി പടക്കം കാണികളുടെ നിന്ന് പൊട്ടുകയും ചെയ്ത്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ? നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഞങ്ങൾ ഗാലറിയിലായിരുന്നു. ഗ്രൗണ്ടിന്റെ ടിക്കറ്റ് ഗാലറി കഴിഞ്ഞ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് കൊടുത്ത കാണികൾ ഗ്രൗണ്ടിന്റെ ടച്ച് ലൈനോട് കൂടി ഇരുന്ന കുറെ കാണികളുണ്ടായിരുന്നു. അവർക്കാണ് പരിക്ക് പറ്റിയത്. ഗാലറി ടച്ച് ലൈനിൽ അടുത്ത് കാണികൾ കൂടുതൽ കാണികളുണ്ട്. ടച്ചിനോട് ചേർന്ന് ഇരിക്കുന്ന കാണികളുടെയിലേക്കാണ് പടക്കം വന്ന് പൊട്ടിയത്. ശരി, ഈ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷി മുജീബ് റഹ്മാനാണ് പ്രതികരിച്ചത്. വലിയൊരു അപകടം തന്നെയായിരുന്നു ഉണ്ടായത്. സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 40 പേർക്ക് പരിക്കേറ്റു.